നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകണം. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം. നമ്മളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ മരിച്ചപ്പോ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു, സംസം വെള്ളം കുടിച്ചിട്ടാ മരിച്ചത്. പറയാറുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും. നമ്മളെല്ലാവരും പറയാറുണ്ട്, നല്ല മരണം കിട്ടി, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, ഇങ്ങനെ മരിച്ച, അങ്ങനെ. ഇവിടെ നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവി മരിച്ച നിനക്കെന്തെങ്കിലും കിട്ടൂ? അത് നീ ചിന്തിക്ക്, നിനക്കൊന്നും കിട്ടത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞിട്ട് മരിച്ച നിന്റെ ഉമ്മ രക്ഷപ്പെട്ടു, നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അങ്ങനെ മരിച്ചു കാണിക്കുക. എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി മരണം വരും. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. നമുക്കെന്തായാലും മരണം നമ്മളെ തേടി വരും. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഖുർആൻ പറഞ്ഞതാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വല്ലാത്ത വേദന. നമ്മൾ നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദനയെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നില്ല? ഇറച്ചിക്കടയിൽ പോകും. ഇപ്പൊ ഉസ്താദിന്റെ സഹോദരനായി ഇന്ന് കണ്ടപ്പോ നമ്മളൊക്കെ കടകളിൽ പോകും ഇറച്ചി വാങ്ങാൻ. ഇറച്ചിക്കടയിൽ പോയിട്ട് കോഴി അറുത്തിട്ട് അങ്ങോട്ട് ഇടുമ്പോ ഈ കോഴി കടന്ന് ചിറകും കയ്യും കാലും ഒക്കെ ഇട്ടടിക്കും. നമ്മൾ നോക്കി നിൽക്കും. നമ്മളിങ്ങനെ രസത്തോടെ നോക്കി നിൽക്കും. പോത്തിനെ അറുത്തിട്ടിരിക്കുന്നത് കാണാൻ, പോത്ത് കയ്യും കാലും വിട്ടടിക്കുന്നത് കാണാൻ വലിയ രസമാണ്. നമ്മൾ നോക്കി നിൽക്കും. പക്ഷേ എന്തുകൊണ്ടാണത് കയ്യും കാലും വിട്ടടിക്കുന്നത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യണേ. മരണവേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യണത് എന്ന് ചിന്തിക്കാൻ. പടച്ചവനെ, ഇതുപോലെ വേദന നമുക്കുണ്ടല്ലോ, നമ്മളും മരിക്കുമല്ലോ. മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും എടുത്ത് സദഖ കൊടുത്തു. ഒന്നുമില്ല. തന്റെ വീടിന്റെ അകത്ത് അവസാനമായിട്ടിരുന്ന ദിർഹം എടുത്തിട്ട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പാവങ്ങൾക്ക് കൊണ്ടുകൊടു. അങ്ങനെ അതും സദഖ കൊടുത്തു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം വഫാത്താകുമ്പോൾ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞു, അസ്റായിലെ, എനിക്ക് വേദനിക്കുന്നു, ഒന്ന് പതുക്കെ പിടിക്ക്. ആ മുത്തി നബിയാ പറഞ്ഞത്, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, ഒന്ന് പതുക്കെ പിടിക്ക്. അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എനിക്കറിയില്ല നബിയെ, ഇതിനേക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. മുത്തി നബി കരഞ്ഞു. അള്ളാന്റെ റസൂല് തങ്ങള് വെള്ളം പാത്രത്തിനകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരി മുഖത്തൊഴിച്ചു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, മരണത്തിന് വല്ലാത്ത വേദനയാണ്. മുത്തി നബി ഇത്ര കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര കരയും, നിങ്ങൾ എത്ര കരയും? നമുക്കൊക്കെ ഒരു നല്ല മരണം കിട്ടാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പെങ്ങളെ? എനിക്കറിയുന്നൊരു ഉസ്താദ്, നമ്മൾ ചിന്തിക്കണം, ഞാൻ എപ്പോഴും എല്ലാ വയലിലും പറയും, എനിക്കറിയുന്നൊരു 36 വയസ്സുള്ള ഒരു ഉസ്താദ്, 2 മക്കളാണ്. അദ്ദേഹം കൊറോണ കൂടി വന്നു, ലെൻസിലൊക്കെ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചുകൊള്ളാൻ, കുടുംബക്കാരെയൊക്കെ വിളിച്ച് മരിക്കാൻ പോവുകയെ അറിയിച്ചുകൊള്ളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദ് കിടന്നു വല്ലാതെ കരഞ്ഞു. ഐസിയുവിനകത്ത് കിടന്ന് ഉസ്താദ് കരയുന്നത് കണ്ടപ്പോൾ ഈ ഡോക്ടർ വിചാരിച്ചു, മരിക്കാൻ പോയില്ലേ, പാവം കരയല്ലേ. അടുത്തു പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇനി ദൈവത്തിന്റെ കയ്യിലാ, പ്രാർത്ഥിക്കാം. നിങ്ങളിങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഡോക്ടർ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ അയാൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയില്ല, എനിക്ക് മരിക്കുന്നതിൽ പേടിയില്ല. കാരണം എൻ്റെ മരണം എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ കരയണേ? ഭാര്യയും മക്കളെയും ഓർത്തിട്ടാണോ? അല്ല. പിന്നെ ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. 36-ാമത്തെ വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിന്റെ വിളിക്ക് മുന്നിൽ ഞാൻ തല താഴ്ത്തുമ്പോൾ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അപ്പ നീ ചിന്തിക്ക്, നിനക്കെന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നീ വീട് പണിതു, പൈസ ഉണ്ടാക്കി, മക്കളെ കെട്ടിച്ചു, എല്ലാം നീ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? അതാ ചോദ്യം. വീടുണ്ടാക്കിയെങ്കിൽ അത് നിനക്കല്ല, അത് നിന്റെ ഭാര്യയ്ക്ക്. പൈസ ഉണ്ടാക്കി ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മക്കൾക്ക്. നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു പെങ്ങളെ? പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ, ഒരു നല്ല മരണം കിട്ടാൻ വല്ലാഹി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? മക്കളെന്ന് പറഞ്ഞ് എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന നിന്റെ മോള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ? നീ അതാ ചിന്തിക്ക്. ഇന്നിവിടെ നിന്ന് വഴുത് പറഞ്ഞ് വീട്ടിൽ പോയി, നീ മരിച്ച നാളെ നിന്റെ ജനാസ കുളിപ്പിക്കാൻ നിന്റെ വീടിന്റെ സൈഡിൽ കട്ടിലെടുത്ത് കിടത്തുമ്പോ ഈ പറഞ്ഞ നിന്റെ മകള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വരുമോ? വന്നാ നീ രക്ഷപ്പെട്ടു. അവിടെയാ ചിന്തിക്കേണ്ടത്.
നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്ന സമയം നിന്റെ മകള് വീടിനകത്തിരുന്ന് കരയാനേ അറിയത്തുള്ളൂ. അല്ലാതെ എൻ്റെ ഉമ്മാടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാം, എന്നെ ഒരുപാട് കുളിപ്പിച്ചതല്ലേ. മരിച്ചവരുടെ ശരീരത്ത് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ പാറക്കല്ലുകൾ വീഴുന്ന വേദനയാണെന്ന പടച്ചവനെ ഉമ്മാന്റെ തല ഇങ്ങനെ എടുത്ത് കൈ വെച്ചിട്ട് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകള് നിനക്കുണ്ടോ എന്ന് നീ ചിന്തിക്ക്. നിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഖതീബിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദെ ഞാൻ നിസ്കരിക്കാൻ എൻ്റെ ഉപ്പാടെ മയ്യത്ത് നിങ്ങൾ പുറകെ നിൽക്ക്. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുവച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും ഓടുമ്പോ ഞാൻ വരുന്നില്ല, എനിക്ക് എൻ്റെ ഉപ്പാനെ വിട്ടിട്ട് വരാൻ പറ്റൂല. ആ ഖബറിന്റെ ചാരത്ത് നിന്ന് തെറ്റാതെ ഒരു യാസീൻ ഓതിയിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിന്റെ മക്കൾക്ക് സമയമില്ലപ്പാ. ചിന്തിക്ക്. ആപ്പാടെ ഖബർ എവിടെ നിന്ന് ചോദിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് അറിയില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയുന്നില്ല, സമയമില്ല, തിരക്ക. നീ ഇവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ദുനിയാവി ജീവിച്ചു മരിച്ചു പോകുമ്പോ ഇത്രയും കാലം ഭാര്യക്കും മക്കൾക്കും നാട്ടുകാർക്കും സംഘടനകൾക്കും വേണ്ടി ജീവിച്ചു. പക്ഷെ നീ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇന്നത്തെ രാത്രി ചെയ്തിട്ട് പോ, മരിച്ച ഖബറിൽ കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതാണ് ജീവിതം. നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10-20 കൊല്ലക്കാലം ഗൾഫിൽ കടന്ന് ഭാര്യക്കും മക്കൾക്കും അടിമകളെ പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം നാട്ടിൽ വന്നപ്പോ ഒന്നുമില്ലാതെ വന്നപ്പോ പട്ടിണി കിടന്നിട്ടല്ലേ മരിച്ച്. എങ്ങനെ തോന്നിയിട്ടുണ്ടാകും? ഭാര്യയ്ക്ക് തോന്നാൻ കുഴപ്പമില്ല, പക്ഷെ മക്കൾക്ക് അങ്ങനെ തോന്നുമോ? സ്വന്തം ഉപ്പയല്ലേ പടച്ചവനെ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നത്. എന്തേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മുടെ മക്കളും നാളെ നമ്മളോട് ഇങ്ങനല്ലേ? ഇനിയുള്ള കാലഘട്ടം നമ്മൾ ചിന്തിക്കാത്തത്. നമ്മുടെയൊക്കെ മക്കൾ നമ്മൾ ദുആ ചെയ്യാനല്ലേ പറ്റൂ. നമ്മുടെ മക്കളെ നന്നാക്കാൻ നമുക്ക് ദുആ ചെയ്യാം. പക്ഷെ വളർന്നു വരുന്ന കാലഘട്ടം വളരെ മോശമാണ്. അതുകൊണ്ട് ഉപ്പമാരെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു വെക്ക്. നമ്മുടെ മക്കൾ നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തു വെക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പിരിക്കാനൊന്നുമില്ല. ഇവരൊരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴും ഞാൻ വരുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലൊരു ഉമ്മ കിടക്കുന്നു. സങ്കടം തോന്നി കണ്ടപ്പോൾ. എത്രയോ വർഷങ്ങളായിട്ട് അരയ്ക്ക് താഴെ തളർന്നിട്ട് വേറെ രോഗമൊന്നുമില്ല. ഉമ്മ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എത്രയോ ദിവസം കണ്ടപ്പോൾ സങ്കടം തോന്നി. ചെറിയ കുട്ടിയെ പോലെ പാവം. ഒന്ന് എഴുന്നേറ്റ് പോകാൻ പോലും കഴിയാതെ എല്ലാം ആ കിടന്ന കിടപ്പിൽ തന്നെ. ഇതുപോലെ എത്രയോ രോഗികൾ കിടക്കുന്നുണ്ട് സഹോദരൻ. നമ്മൾ ഓടിച്ചാടി നടക്കുന്നു, അവര് ഓടിച്ചാടി നടന്നവരാ. പക്ഷെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ലല്ലോ ആ പാവങ്ങൾക്ക്. ഒന്ന് വെളിയിലിറങ്ങിയിട്ട് വീടിന്റെ മുന്നിൽ വന്നിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു വീൽ ചെയർ നമുക്ക് വേണം. ഇങ്ങനെ കഴിയുന്ന പാവപ്പെട്ട രോഗികൾക്കൊന്ന് വീടിന്റെ പുറത്തേക്ക് ആ വീൽ ചെയറിൽ ഇരുന്നിട്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും. അല്ല കരുണ കാണിച്ചാൽ മാത്രമേ മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ആ ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദെ എൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഞാനൊരു വീൽ ചെയർ ഞാൻ വാങ്ങിക്കൊടുക്കാം. അൽഹംദുലില്ലാഹ്, ഈ മക്കളുടെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടിയുള്ള ഒരു വീൽ ചെയർ ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിക്കൊടുക്കാം. 10,000 ഒന്നും ഇല്ലല്ലോ സഹോദര. 5000 രൂപ, 5500 രൂപയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ ഞാനൊരു വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കാം. എനിക്ക് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് എനിക്ക് മരിക്കണം എന്ന നല്ല നിയ്യത്തോടെ ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ട പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ഇൻഷാ അല്ലാഹ്